ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ലക്കി മാൻ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കണ്ടന്റ് വന്നിട്ട് നമുക്കൊരു അടുത്ത് കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോ നല്ല രീതിയിൽ റീച്ചായി. അപ്പൊ അതിന്റെ വന്നിട്ട് കുറെ കമന്റ്സ് വന്നു. പൊതുവെ ഇത്ര കമന്റ്സ് ഒന്നും എന്റെ വീഡിയോയിലേക്ക് തീരെ വരാറില്ല. പക്ഷെ ഈ വീഡിയോയിലേക്ക് വന്നിട്ട് ഭയങ്കര രീതിയിൽ കമന്റും ബാക്കി കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് വന്നിട്ടുള്ള കമന്റ് ആണ്, നിങ്ങൾക്ക് ഇതിലൂടെ എത്ര രൂപ കിട്ടി, അതുപോലെ തന്നെ നിങ്ങൾ എത്ര രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്, ഇത് ആപ്പ് ഫേക്ക് ആണ്, അങ്ങനെ കുറെ കമന്റ്സ് കാര്യങ്ങളൊക്കെ വന്നു. ഓക്കെ, അപ്പൊ അതിന്റെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഡിസ്ക്ലെയിമർ പറയാണ്, ഞാനോ എന്റെ ചാനലിലോ വന്നിട്ട് ഈ പറയാൻ പോകുന്ന ആപ്പിനോ അതിന്റെ ബാക്കി കാര്യങ്ങളോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കില്ല. ഇത് വന്നിട്ട് കംപ്ലീറ്റ്ലി എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പ്ലസ് എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് മാത്രം കാണാൻ. ആരും വന്നിട്ട് അവനവന്റെ സ്വന്തം പൈസയിൽ കൊണ്ടുപോയിട്ട് വാല്യബിൾ ആയിട്ടുള്ള മണി ബാക്കി കാര്യങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത്. അപ്പോ എന്റെ പേര് ജിഷ്ണു. വെൽക്കം டு த லக்கி மேன் யூடியூப் சேனல். என் நெஞ்சில் குடியிருக்கும் அன்பான புள்ளிகளுக்கும் நண்பா நண்பிகளுக்கும் விஜய் சார் சும்மா அப்படி பண்ணா போதும். அமைதின்னு சொன்னாலே ஒரே ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വൺവിൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ എന്താ പറയാ ട്രേഡിംഗ് പറയാൻ പറ്റില്ല, ഫാന്റസി എന്നും പറയാൻ പറ്റില്ല, പ്യുവർലി ഗാംബ്ലിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷന്റെ എന്റെ പേഴ്സണൽ എത്ര രൂപ എനിക്ക് കിട്ടി, ഞാൻ റെഫർ ചെയ്തിട്ട് എത്ര രൂപ കിട്ടി, അതുപോലെ ഞാൻ എങ്ങനെ വിഡ്രോ ചെയ്തു, ഈ ആപ്പ് ഫേക്ക് ആണ് വർക്കിംഗ് ആണ് എന്നുള്ളതിന്റെ ജസ്റ്റ് ബ്രീഫായിട്ട് വലിച്ചെന്നിട്ടാണെന്നും പോകുന്നില്ല. അപ്പൊ ഞാൻ വന്നിട്ട് എന്റെ വേറൊരു ഫോണിലാണ് കളിക്കുന്നത്. അപ്പൊ അതിന്റെ അതിനാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇതില് സ്ക്രീൻ റെക്കോർഡ് ഈ സെയിം ടൈം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ നമുക്ക് ഞാൻ അറിയാലോ, നമ്മൾ എഡിറ്റ് ചെയ്ത് ബാക്കി പരിപാടികളൊന്നും അറിയണ്ട വിചാരിച്ചിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ വന്നിട്ട് 1 രൂപയാണ് എൻ്റെ ബാലൻസിൻ്റെ അവിടെ കിടക്കുന്നത്. അവിടെയാണ് നമ്മുടെ പ്രൊഫൈലും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കസിനോ ബോണസ് വന്നിട്ട് നമ്മൾ കസിനോ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അതായത് നമ്മുടെ ചൂതാട്ടം, അതായത് ചീട്ട് കളി, അതുപോലെ ഈ പിൻ ബോൾ പോലത്തെ ബോൾ കറങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്പറുകളിൽ നിൽക്കുക, അങ്ങനെ കുറെ കളികളുണ്ട് നമ്മുടെ പൈസ കളികൾ. അങ്ങനത്തെ കളികൾ കളിക്കുമ്പോൾ കിട്ടുന്നതാണ്. പിന്നെ വൺവിൻ കോയിൻ, അത് നമ്മളിതുപോലെ ഈ $19.33 കേട്ടോ. ഞാൻ കളിക്കുന്നത് കംപ്ലീറ്റ് ഡോളറിലാണ്, ഇന്ത്യൻ റുപ്പിയിലല്ല. അപ്പൊ നിങ്ങൾ അത് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ $1 ഓൾമോസ്റ്റ് ഒരു 82-83 രൂപയാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ റുപ്പീസിൽ വരുന്നത്. അപ്പൊ അതാണ് എന്റെ മെയിൻ ഇത് വാലറ്റ്. ഇനി വന്നിട്ട് ഞാൻ എന്റെ ബെറ്റിംഗ് ഹിസ്റ്ററി, ഈ ആപ്പ് വന്നിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ്ലി അപ്ഡേറ്റഡ് ആണ്. അതായത് വൺവിന്റെ ആപ്പ് വന്നിട്ടില്ലേ, ഇതിലിപ്പോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്നുണ്ട്. ഒരുപാട് ബെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലാങ്ക് ആയിട്ട് പോയിട്ടുള്ളതൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടുള്ളതാണ്. അത് $9.33 ഞാൻ കളിച്ചിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കുറെ പൈസ കിട്ടിയിട്ടുണ്ട്, 0.50 അത് ഇതൊക്കെ വെച്ചിട്ട്. ഇത് വന്നിട്ട് ഞാൻ റിയൽ ടൈം കളിക്കുന്ന കളികളുടെയാണ്. ഓക്കെ, പിന്നെ വന്നിട്ട് ഞാൻ നമ്മുടെ മെയിൻ ആയിട്ട് അറിയേണ്ടത് നമ്മുടെ വിഡ്രോവലിന്റെ കാര്യമാണ്. അപ്പൊ നമ്മുടെ വിഡ്രോവൽ ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഫാസ്റ്റ് വിഡ്രോവൽ ഇല്ല, ഇത് വന്നിട്ട് നമ്മുടെ പൈസ വിഡ്രോവലുള്ള ഓപ്ഷന്റെ ഭാഗമാണ്. നമ്മുടെ വൺവിൻ കോയിന്റെ അല്ല, അക്കൗണ്ട് മാനേജ്മെന്റ് അല്ല, സപ്പോർട്ട് അല്ല, ഡീറ്റെയിൽസ് ഉണ്ടാവണം. ഓക്കെ, അപ്പോ ഇത് കാണാൻ പറ്റുണ്ടാവും വിചാരിക്കുന്നു. സെയിം സ്ക്രീൻ റെക്കോർഡ്. ഇതിലിപ്പോ നമ്മൾ കഴിഞ്ഞ മാർച്ച് 26 $105,394, അതായത് ഈ കോമ വരുന്ന ഭാഗത്ത് ഒരു കുത്തിടുക, അത്ര വ്യത്യാസമുള്ളൂ. അതായത് $153 94. ഈ പൈസ വന്നിട്ട് നമുക്ക് നമ്മുടെ ചാനൽ പ്രോഗ്രാം അതായത് നമ്മൾ റെഫർ ചെയ്യുക, ബാക്കി കാര്യങ്ങളിലൂടെ ഒക്കെ വന്നിട്ട് അത് നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ പ്രോഗ്രാം പാർട്ട്ണർ എന്ന് വഴിയുള്ളത്. അതായത് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന സ്ക്രീൻ റെക്കോർഡൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ കുറെ IMBS അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കാണിക്കില്ലേ, 165 പോയിന്റ്, അതായത് $165, അതായത് $160 ഞാൻ കളിച്ചുണ്ടാക്കിയ പൈസ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കളിച്ച് നമ്മൾ IMBS വഴി വിഡ്രോ ചെയ്തിട്ടുള്ള കുറെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു 42.23, അതായത് 42 ഈ ഡോളർ വന്നിട്ട് ഞാൻ വാശി ചെയ്തപ്പോൾ ഫെയിലായി. അപ്പൊ ചിലർക്കൊക്കെ ഫെയിൽ ആയിട്ട് സംഭവം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഫേക്ക് ആണോ എന്നൊക്കെ. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ വാലറ്റിക്ക് തന്നെ റീഫണ്ട് എനിക്ക് വന്നിട്ടുണ്ട്. ചിലപ്പോൾ പലർക്കും അത് കിട്ടിയില്ല എന്ന് വരാം. അപ്പൊ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ളവർ പറയാം. ഓക്കെ, റെക്കോർഡ് വന്നിട്ട് പോസ്റ്റ് ബട്ടൺ നിൽക്കുമ്പോൾ പോയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി റെക്കോർഡിന്റെ റീസ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്.
ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഫണ്ട് എനിക്ക് വീണ്ടും ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഞാൻ $42 ആയിട്ട് അത് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുവരെ ട്രാൻസാക്ഷന്റെ ഫെയിലിയറോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മള് ഈ അക്കൗണ്ട് ഈ പൈസ വലിച്ചതിന്റെ ഈ കോളിന്ന് പുറത്തുനിന്ന് വിഡ്രോവൽസിൽ പോയി കഴിഞ്ഞാൽ $165 വലിച്ചത് കാണാം. $165, $14, $31, $70, $124. അങ്ങനെ നമുക്ക് ഒരുപാട് ഫണ്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ റെക്കോർഡിങ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ എന്റെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തത്. ഞാൻ കളിച്ചത് കാണിച്ചു തന്നു. ഇനി വന്നിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അഫിലിയേറ്റ് പ്രോഗ്രാം, അതായത് നമ്മുടെ റെഫറിങ് ത്രൂ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന പരിപാടിയിലാണ്. അപ്പൊ ഞാൻ അതിന്റെ ലോഗിൻ പാസ്വേഡും കാര്യങ്ങളും അടിച്ചതിന് ശേഷം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ സാധനം ബോറടിയുന്നു. നെറ്റിന്റെ കുറച്ച് സ്ലോനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ സാധനം ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും വീഡിയോയിലേക്ക് വരികയാണ്. അപ്പൊ നിങ്ങളിപ്പോ കാണാൻ പോകുന്ന നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്ന ഭാഗമാണ് നമ്മുടെ റെഫറൽ പരിപാടിയുടെ സംഭവം. ഇപ്പൊ റെഫറൽ പരിപാടി നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം $837.34 ആണ് ടോട്ടൽ എനിക്ക് ഏണിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ മുഖേന ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം $3547.54 ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ ഡെയിലി കാര്യങ്ങളൊക്കെ അറിയാം. ഇനിയിപ്പോ നമുക്ക് വിഡ്രോവൽ ഇപ്പൊ വന്നിട്ട് എന്റെ റെഫറൽ ബോണസിൽ വന്നിട്ട് $141.08. ഞാൻ ഈ REVS ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇതിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ റെഫർ ചെയ്യുന്ന ലിങ്ക് കാര്യങ്ങളൊക്കെ കയറുമ്പോൾ അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അവരുടെ കമ്മീഷൻ അങ്ങനെയൊക്കെയാണ് വരിക. ഇത് വന്നിട്ട് നമുക്ക് എല്ലാ ചൊവ്വാഴ്ചയും വന്നിട്ട് നമുക്ക് വാലറ്റിലേക്ക് ഓട്ടോമാറ്റിക് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വരും. അതിൽ നമുക്ക് വേണമെങ്കിൽ അത് വെച്ച് കളിക്കാം, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാം. അപ്പൊ ഇതാണ് ഈ വൺ വിന്നിന്റെ വന്നിട്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള റെഫറിങ് കാര്യങ്ങളൊക്കെ. ഇനി വന്നിട്ട് ഇതിപ്പോ കുറച്ച് പേർക്കൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും വിഡ്രോ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ വിഡ്രോ ചെയ്തതിന്റെ വീഡിയോ വന്നിട്ടും കൂടി, അതായത് ലാസ്റ്റ് ടൈം വലിയൊരു എമൗണ്ട് ഒരു $150 വിഡ്രോ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും കൂടി സ്ക്രീൻ റെക്കോർഡിംഗ് കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിത് കാണിച്ചെന്താ വെച്ചാല്, ഞാനിത് വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സാധനം ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടില്ല. അപ്പൊ വന്നിട്ട് നമുക്കിത് ചെയ്തിട്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഭാവിയിൽ പ്രശ്നമാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ ആപ്പുകളൊക്കെ എത്രത്തോളം ട്രസ്റ്റ് വർത്തിയാന്ന് അറിയില്ല. ഒക്കെ നമ്മുടെ മൈൻഡ്, നമ്മുടെ മണിയാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് മാത്രം നമ്മൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചാടിക്കറി ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും ഈ പരിപാടികളൊന്നും പോയി ചാടില്ല. നമുക്ക് ആ മൈൻഡിൽ ഒരു ഇതുണ്ട്. പിന്നെ നമുക്കിത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. അല്ലാതെ നമ്മൾ ഒറ്റടി രാത്രികൾക്ക് കോടീശ്വരം ലക്ഷപ്രഭുവൊക്കെ ആവാന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ നഷ്ടമല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരിക്കില്ല. കാരണം ഇന്നത്തെ ഗെയിമൊക്കെ അത്രയും കുറെയൊക്കെ പെർഫെക്റ്റ് അൽഗോരിതത്തിൽ പോകുന്നതാണ്. അത് പ്രത്യേകിച്ച് ലൈവ് ഗെയിംസ് അല്ലാത്ത കാസിനോ കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഇട്ട് തരും, പിന്നെ നിങ്ങളെ കൊണ്ട് അത് ഡബിൾ കളയിപ്പിക്കും. അതാണ് ഇതിന്റെയൊക്കെ ഫോർമാറ്റും കാര്യങ്ങളും. ഇതൊക്കെ അവർക്ക് ലാഭമുള്ളതുകൊണ്ട് മാത്രമാണ് അത് റൺ ചെയ്തു പോകുന്നത്. അപ്പോ ഇത്രയാണ് നമ്മുടെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കുറെ കമന്റിനൊക്കെ സൊല്യൂഷൻ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് മിക്കതും വൺ വിനെ കുറിച്ചിട്ട് എനിക്ക് കാര്യമായി ഒന്നും പറയാനൊന്നുമില്ല. ഇനി ഭാവിയിൽ ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റുകളോ കാര്യങ്ങളോ സംഭവങ്ങളൊക്കെ നടക്കാച്ച ഞാൻ ഇതിൽ ചെയ്യുന്നതാണ്. പിന്നെ IPL കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലൈവ് ഗെയിംസ് കാര്യങ്ങളൊക്കെ കളിക്കുന്നവരുണ്ടെന്ന് വെച്ചാല് ഞാനിപ്പോ ഈ സാധനം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് അടിപൊളിയാണ് ഇന്നത്തെ കളികളൊക്കെ. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ നിങ്ങൾ IPL ബേസ്ഡ് ആയിട്ട് വേണമെന്ന് പറയാച്ചാൽ നമ്മൾ അത് ചെയ്യും. അപ്പൊ നിങ്ങൾ അത് വന്നിട്ട് ഇതിൽ കമന്റിൽ മെൻഷൻ ചെയ്യാം. അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം. IPL പകുതി ആകുമ്പോഴേക്ക് തന്നെ ചെയ്യാം, ആൾക്കാരുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട്. അല്ലാതെ നമ്മൾ ചുമ്മാ ഇതിനെ കുറിച്ച് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. അപ്പോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളൂ. അപ്പോ ആരും ചാടി കയറി ഇതിൽ കളിക്കാൻ നിൽക്കരുത്. വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്, ഒരാൾക്ക് ഈ സാധനം ചെയ്യാൻ കിട്ടുന്നുണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ ചെയ്യരുത്. നമ്മുടെ പൈസയാണ് ഇട്ട് കളയരുത്. അപ്പോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.